ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, അതിരാവിലെ വളരെ നേരത്തെ ഉണർന്ന ഒരു ശിഷ്യൻ ഒത്തിരി നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹങ്ങളുടെ നിറവിൽ, പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ തൻ്റെ ഗുരുവിനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: ഇന്ന് ഒത്തിരി നേരം പ്രാർത്ഥിച്ചതുകൊണ്ട് ഈശ്വരൻ നമുക്ക് തൊട്ടരികെ ആയിരിക്കുമല്ലേ? അതിന് ഗുരു പുഞ്ചിരിയോടെ തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു: വളരെ നേരത്തെ ഉണരുന്നതുകൊണ്ട് സൂര്യൻ നേരത്തെ ഉദിക്കാറുണ്ടോ? ശിഷ്യൻ പറഞ്ഞു: ഒരിക്കലുമില്ല. നമ്മൾ നേരം വൈകി ഉണരുന്നതുകൊണ്ട് സൂര്യൻ നേരം വൈകിയാണോ ഉദിക്കാറുള്ളത്? ശിഷ്യൻ പറഞ്ഞു: അങ്ങനെയല്ല. അപ്പോൾ ഗുരു പിന്നെയും പുഞ്ചിരിയോടെ ചോദിച്ചു: അങ്ങനെയാണെങ്കിൽ ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈശ്വരൻ നമുക്ക് ഏറ്റവും അടുത്താണ് എന്ന് പറയാൻ സാധിക്കുമോ? ഉടനെ ശിഷ്യൻ സംശയരൂപേണ ഗുരുവിനോട് ചോദിച്ചു: അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഗുരു പുഞ്ചിരിയോടെ ശിഷ്യനോട് മറുപടി പറഞ്ഞു: പ്രാർത്ഥിക്കുന്നവന് ഈ അവബോധം ലഭിക്കുന്നു, ഈശ്വരൻ അടുത്താണ് എന്ന അവബോധം. കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ഗുരു ഒരിക്കൽ കൂടെ പറയുകയാണ്: പ്രഭാതത്തിൽ ഉണരുന്നവന് പ്രഭാതമായി എന്ന തിരിച്ചറിവ് ലഭിക്കുന്നു, നേരം വൈകി ഉണരുന്നവന് സൂര്യൻ ഉദിച്ചു എന്ന കാര്യം, അറിവ്, തിരിച്ചറിവ് ലഭിക്കുന്നില്ല, അവൻ ഉറക്കത്തിലാണ്. എന്നതുപോലെ എപ്പോഴും കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ യേശുവിനെ തിരിച്ചറിയാതെ പോയ ശിഷ്യരെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. സംഭവം ഇപ്രകാരമാണ്: ഈശോ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം പലതവണ ശിഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, ശിഷ്യർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ശിഷ്യന്മാരുടെ മുൻപിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട മൂന്നാമത്തെ തവണ പ്രത്യക്ഷപ്പെടൽ സംഭവിക്കുന്നതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത് തിബേരിയാസ് കടൽ തീരത്ത് ഈശോ തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചാണ്. ആ സംഭവം ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്: ശിമയോൻ പത്രോസും അതുപോലെ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസും പിന്നെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനും അതുപോലെ ഏതാനും ചില ശിഷ്യന്മാരും കടൽ തീരത്തിരിക്കുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പത്രോസ് ഇതാ വള്ളത്തിൽ കയറുന്നു. അവനോടൊപ്പം മറ്റ് സഹശിഷ്യരും കൂടെ വള്ളത്തിൽ കയറി മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ എത്ര അധ്വാനിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മീനൊന്നും ലഭിക്കുന്നില്ല. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈശോ കടൽക്കരയിൽ അല്ലെങ്കിൽ തീരത്ത്, തിബേരിയാസിൻ്റെ തീരത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഈശോയാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. ഈശോ അവരോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്: നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ഇല്ല എന്നവർ മറുപടി പറയുമ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല തീരത്ത് നിന്നത് ഈശോ ആണ് എന്ന്. പ്രിയപ്പെട്ടവരെ, 3 വർഷം ഊണിലും ഉറക്കത്തിലും കൂടെ നടന്ന ശിഷ്യർക്ക്, ഈശോയോട് കൂടെ നടന്ന ശിഷ്യർക്ക് ഉത്ഥാനം ചെയ്ത് തീരത്തണഞ്ഞ യേശുവിനെ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ള വിരോധാഭാസം നമ്മൾ ഈ വചനഭാഗത്ത് വായിക്കുന്നുണ്ട്. ഈശോയെ തിരിച്ചറിയാൻ ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ഉള്ളുരുകി വിഷമിച്ച് വേദനിച്ച് നിന്ന ആ സമയത്ത് ഈശോ അവരോട് പറയുകയാണ്: വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, വലയെറിയുക എന്ന്.
ഈശോ പറഞ്ഞതനുസരിച്ച് അവർ വലയെറിഞ്ഞപ്പോൾ ഇതാ വല നിറയെ മത്സ്യം ലഭിക്കുകയാണ്. ആ സമയം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ തിരിച്ചറിയുന്നു തീരത്ത് നിൽക്കുന്നത് കർത്താവാണ് എന്ന്. അവൻ പറയുകയാണ്, അത് കർത്താവാണ്. ഇത് കേട്ട ഉടനെ പത്രോസ് നഗ്നനായതുകൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. പ്രിയപ്പെട്ടവരെ, ആരംഭത്തിൽ കർത്താവിനെ തിരിച്ചറിയാതെ പോയ, മത്സ്യത്തിൻ്റെ സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ തിരിച്ചറിഞ്ഞ ശിഷ്യരെയാണ് ഈ വചനഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവം എപ്പോഴും, ആരംഭത്തിൽ സൂചിപ്പിച്ച കഥയിൽ പറയുന്നത് പോലെ, ദൈവം എപ്പോഴും നമുക്കൊപ്പമുണ്ട്. എന്നാൽ ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, ദൈവിക സാന്നിധ്യത്തെ, സ്നേഹ സാന്നിധ്യത്തെ, കൃപാ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. അരികിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ അതുകൊണ്ടുള്ള മെച്ചം എന്താണ്, ഉപകാരം എന്താണ്, നന്മ എന്താണ്? പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന തിരിച്ചറിവുകളെ, ദൈവത്തെ തിരിച്ചറിഞ്ഞ സംഭവങ്ങളെ അല്ലെങ്കിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ വ്യക്തികളെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപത്തുള്ള തൻ്റെ കൂടാരത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ അത് ദൈവദൂതരാണ് എന്ന് തിരിച്ചറിഞ്ഞ അബ്രാഹാം അവരെ ഏറ്റവും ആദരവോടെ സ്വീകരിക്കുന്നു. അവർക്ക് ഏതെല്ലാം രീതിയിൽ ആതിഥ്യ മര്യാദയോടെ അവരെ സൽക്കരിക്കാൻ സാധിക്കുമോ ആ വിധത്തിലെല്ലാം അവരെ സൽക്കരിക്കുന്നു. ഈ തിരിച്ചറിവും തിരിച്ചറിഞ്ഞ് അവരെ സൽക്കരിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്ന കാരണത്താൽ തന്നെ അബ്രാഹാം ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കരികിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. വീണ്ടും ഇതാ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വിവരിക്കുന്ന സംഭവമാണ്. ദൈവദൂതന്മാർ സോദോമിൽ ചെന്നപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറായ ലോത്ത് എന്ന മനുഷ്യൻ. സോദോമിൽ ചെന്ന ദൈവദൂതന്മാരെ തിരിച്ചറിഞ്ഞ ലോത്ത് തൻ്റെ ഭവനത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ആതിഥ്യ മര്യാദയോടുകൂടെ ഉപചാരപൂർവം അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി അവരെ സൽക്കരിക്കുകയും ചെയ്തപ്പോൾ അത് ലോത്തിന് രക്ഷയ്ക്ക് കാരണമായി എന്ന്, ലോത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. രക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, സോദോം ഗൊമോറ ദേശങ്ങൾ അഗ്നിയും ഗന്ധകവും വർഷിക്കപ്പെട്ട് ആ ദേശങ്ങൾ മുഴുവനായും നശിപ്പിക്കപ്പെടുകയാണ്. ആ ദേശങ്ങൾ മുഴുവനായും അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും നശിപ്പിക്കപ്പെട്ടപ്പോൾ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു കുടുംബം ലോത്തിൻ്റെ കുടുംബമായിരുന്നു. അതിൻ്റെ കാരണം ഈ ദൂതന്മാരെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനും സൽക്കരിക്കാനും തയ്യാറായി എന്ന കാരണത്താലാണ്. വീണ്ടും ഇത് നമ്മൾ കാണും സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുന്നതിനു വേണ്ടി, അതായത് ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നതിന് വേണ്ടി ബാലാക്ക് എന്ന വിജാതീയ രാജാവിനാൽ അയക്കപ്പെട്ട വ്യക്തിയായിരുന്നു ബാലാം എന്ന പ്രവാചകൻ. ബാലാം പ്രവാചകനായിരുന്നു. അദ്ദേഹത്തോട് ബാലാക്ക് എന്ന വിജാതീയ രാജാവ് ആവശ്യപ്പെടുന്നു, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ നീ ശപിക്കുക. നീ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, അല്ലാതെ ഒരിക്കലും അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ബാലാക്ക് എന്ന വിജാതീയ രാജാവിൻ്റെ വാക്കുകേട്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബാലാം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉരുപ്പിടിച്ച വാളുമായി ഇതാ ദൈവദൂതൻ നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് കാണാനോ തിരിച്ചറിയാനോ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തെ വഹിച്ചിരുന്ന കഴുത അത് കാണുന്നു, തിരിച്ചറിയുന്നു.
പ്രിയപ്പെട്ടവരെ, ബാലാം എന്ന പ്രവാചകന് ദൈവദൂതനെ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ വെറും ഒരു കഴുതയ്ക്ക് ബോധമില്ല, ബുദ്ധിയില്ല എന്നൊക്കെ നമ്മൾ സാധാരണ വിശേഷിപ്പിക്കാറുള്ള കഴുത എന്ന മൃഗത്തിന് ദൈവദൂതനെ കാണുവാനും തിരിച്ചറിയാനും സാധിച്ചു. ആ തിരിച്ചറിവ് പിന്നീട് ബാലാം എന്ന പ്രവാചകനും ദൈവദൂതനെ കാണുവാനും തിരിച്ചറിയാനും സഹായകമായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ദൈവത്തെ അല്ലെങ്കിൽ ദൈവദൂതന്മാരെ തിരിച്ചറിഞ്ഞ വ്യക്തികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അഥവാ തിരിച്ചറിഞ്ഞു സ്വീകരിച്ചു എന്ന കാരണത്താൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദുരന്തങ്ങൾ, ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ ഏതാനും ചില സംഭവങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ പങ്കുവച്ചത്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നു ദൈവത്തെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ. ഒന്ന്, ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ച തിരുവചന ഭാഗത്ത് ആരംഭത്തിൽ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ, തീരത്ത് നിന്ന കർത്താവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിലും പിന്നീട് യേശു സ്നേഹിച്ച ശിഷ്യൻ തിരിച്ചറിയുന്നുണ്ട് അത് കർത്താവാണ് എന്ന്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും കർത്താവിനെ തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് തിരിച്ചറിയാൻ സാധിച്ച രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അത് മറ്റാരുമല്ല, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. അവർ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വാദിച്ചും തർക്കിച്ചും കടന്നു പോകുന്ന സമയത്ത് ഉദ്ധാനം ചെയ്ത ഈശോ അവരുടെ കൂടെ നടക്കുകയാണ്. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ഈ രണ്ട് ശിഷ്യന്മാരും ഇതാ കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് വാദിച്ചും തർക്കിച്ചും നടന്നു പോകുമ്പോൾ ഈശോ ഉദ്ധാനം ചെയ്ത് വിവരം അറിയാതെ, അല്ലെങ്കിൽ അത്തരം വാർത്ത കേട്ടിട്ടും വിശ്വസിക്കാതെ വാദിച്ചും തർക്കിച്ചും നടന്നു പോകുന്ന ഈ ശിഷ്യരുടെ അരികെ ഈശോ ഒരു വഴി യാത്രക്കാരനെ പോലെ പ്രത്യക്ഷപ്പെടുന്നു. ഈശോ ഇതാ അവരോടൊപ്പം നടക്കുന്നു, അവരുമായി സംസാരിക്കുന്നു. ഈശോ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ നിയമ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഈശോ താൻ തന്നെയാണ് രക്ഷകൻ എന്ന കാര്യം വചനത്തിന്റെ വെളിച്ചത്തിൽ അവരോട് വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത് അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്. പിന്നീട് അപ്പം മുറിക്കുന്ന സമയത്ത് അവരുടെ കണ്ണു തുറന്നു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. പിന്നെ സംഭവിക്കുന്ന മഹാത്ഭുതമാണ്, അവർ പിന്നീട് യാത്ര തുടർന്നില്ല. എമ്മാവൂസിലേക്കുള്ള യാത്ര മധ്യയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അവർ യാത്ര പിന്നീട് തുടരുന്നതിന് പകരം അവർ തിരിച്ചു വരികയാണ്, ഒരു ടേൺ എടുക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് അഥവാ ഈശോയിലേക്ക് അവർ തിരിച്ചു നടക്കുകയാണ്. പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, തിരിച്ചറിഞ്ഞ്, തിരിച്ചു വന്ന് ജീവിതത്തെ തിരുനാൾ ആഘോഷമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ശിഷ്യരെയാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതം നമുക്ക് മുൻപിൽ വരച്ചു വെച്ചുകൊണ്ട് ഈ സംഭവം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തിരിച്ചറിയുന്നവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ നമ്മളിതാ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നു. കർത്താവ് എപ്പോഴും നമ്മുടെ അരികിലുണ്ട്, എപ്പോഴും ദൈവസാന്നിധ്യം കൂടെയുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് തമ്പുരാനെ അടുത്തു നിൽക്കുന്ന ഈ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുക? ഒരു കാര്യം തുടക്കത്തിലേ നമ്മൾ മനസ്സിലാക്കണം. ക്രൈസ്തവ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവം സ്വയം വെളിപ്പെടുത്താതെ ദൈവത്തെ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടോ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടോ മാത്രം ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ഇതാ ക്രൈസ്തവ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തന്നെ വെളിപ്പെടുത്തണം. ഇങ്ങനെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തോട് നമ്മൾ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുമ്പോൾ, പോസിറ്റീവായി നമ്മൾ പ്രതികരിക്കുമ്പോൾ, അപ്പോഴാണ് ആ അനുഭവത്തിലേക്ക്, തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ്. യേശു സ്നേഹിച്ച ശിഷ്യനാണ് ഈശോയെ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ വെളിച്ചത്തിൽ
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തെ ഇപ്പോഴൊന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ആ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഈശോ ആർക്കാണ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് ഈ വചനഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഈശോയെ സ്നേഹിക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം, ആവശ്യം, മാനദണ്ഡം ഇതാ നമുക്ക് മുൻപിൽ കർത്താവ് അവതരിപ്പിക്കുന്നു. ഈശോയെ സ്നേഹിക്കണം. എങ്ങനെ? ഈശോയുടെ കൽപ്പനകൾ സ്വീകരിക്കുക, പാലിക്കുക. ദൈവിക കൽപ്പനകൾ 10 കൽപ്പനകൾ മാത്രമല്ല, സുവിശേഷത്തിൽ പറയുന്ന എല്ലാ പ്രബോധനങ്ങളും, ഈശോ നടത്തിയിട്ടുള്ള എല്ലാ പ്രബോധനങ്ങളും, സുവിശേഷ മൂല്യങ്ങൾ മുഴുവൻ അത് യേശു കൽപ്പനകളാണ്. അത് മുഴുവനും സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു. അപ്രകാരം ഈശോയെ സ്നേഹിക്കുന്നവനെ പിതാവായ ദൈവം സ്നേഹിക്കുന്നു എന്ന് ഈശോ പറയുന്നു. അങ്ങനെ പിതാവ് സ്നേഹിക്കുന്നവനെ ഈശോ സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിക്കുന്നവന്റെ മുൻപിൽ ഈശോ തന്നെ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈശോയുടെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് ഈശോയെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയെ, ഈശോയുടെ കൽപ്പനകൾ സ്വീകരിച്ച് പാലിച്ച് ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയെ പിതാവ് സ്നേഹിക്കുന്നു. പിതാവ് സ്നേഹിക്കുന്ന വ്യക്തിയെ ഈശോ സ്നേഹിക്കുകയും അതോടൊപ്പം ഈശോ തന്നെ അവന് മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവിനെ തിരിച്ചറിയാൻ, കർത്താവിനെ മനസ്സിലാക്കാൻ കർത്താവ് തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കർത്താവിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ കർത്താവ് തന്നെ വെളിപ്പെടുത്താൻ, നമുക്ക് മുൻപിൽ തന്നെ വെളിപ്പെടുത്താനുള്ള മാനദണ്ഡമാണ് ഈ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുക. ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാം വാക്യം, യേശു സ്നേഹിച്ച ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ്. യേശു സ്നേഹിച്ച ശിഷ്യനാണ് അത് തിരിച്ചറിഞ്ഞത്. യേശു സ്നേഹിച്ച ശിഷ്യന് ഇതാ വെളിപ്പെടുത്തൽ കിട്ടുകയാണ്, വെളിപാട് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിഞ്ഞ രണ്ടാമത്തെ കാരണം, സമൃദ്ധമായി മീൻ ലഭിച്ചപ്പോൾ അവർ തിരിച്ചറിയുകയാണ്. സമൃദ്ധമായി മീൻ ലഭിച്ച സമയത്താണ് അവര് തിരിച്ചറിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വർഷിക്കുന്ന സമൃദ്ധിയുടെ മധ്യേ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം വർഷിക്കുന്ന അനുഗ്രഹത്തിന് മധ്യേ, സമ്പത്തിന് മധ്യേ നമ്മൾ ഒരിക്കലും കർത്താവിനെ മറന്നു പോകരുത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? പലപ്പോഴും സമൃദ്ധിയുടെ മധ്യേ ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം എപ്പോഴാണ്? രോഗം വരുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് ഈ ആരോഗ്യം ദൈവം തന്നതാണ് എന്ന ചിന്തയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, അതേ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? രോഗം വരുമ്പോൾ, ക്യാൻസർ വന്നു, ഇതാ മരിക്കാറായി, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല, ആകുലപ്പെട്ട് ഭയപ്പെട്ട് മരണഭീതിയോടെ ആയിരിക്കുമ്പോൾ ചങ്ക് പൊള്ളുന്ന തീക്ഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ അതേ തീക്ഷ്ണതയോടെ ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യം തന്ന ദൈവത്തിന്, ആരോഗ്യത്തിൻ്റെ സമൃദ്ധി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥന ജീവിതം നയിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? സാധാരണഗതിയിൽ എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറ്റാറില്ല, സാധിക്കാറില്ല. ഇതുപോലെ കടബാധ്യതയായി ജപ്തി നോട്ടീസ് വന്ന് ഇതാ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു, ഇനി മുന്നോട്ടൊരു ജീവിതം സാധ്യമല്ലാത്ത വിധത്തിൽ ആകെ ഇരുട്ടിൽ തപ്പുമ്പോൾ പൊള്ളുന്ന ഹൃദയത്തോടെ, തീക്ഷ്ണതയോടെ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനകൾ ഉയർത്താറുണ്ട്. എന്നാൽ നല്ലൊരു ജോലിയും ഇഷ്ടംപോലെ വരുമാനവും സമ്പത്തും സമൃദ്ധിയുമുള്ള സമയത്ത് ഇതേ തീക്ഷ്ണതയോടെ തമ്പുരാന് നന്ദി പറഞ്ഞ് പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ സാധിക്കാറില്ല. വിവാഹം കഴിഞ്ഞ് ആദ്യ വർഷം തന്നെ കുഞ്ഞു ജനിച്ചാൽ
അത് ദൈവം തന്ന കുഞ്ഞാണ് എന്ന ചിന്തയോടെ നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി ആ തീക്ഷ്ണതയിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ സാധാരണഗതിയിൽ പറ്റാറുണ്ടോ? പറ്റാറില്ല. നേരെ മറിച്ച് വർഷങ്ങളോളം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാതെ വരുമ്പോൾ പൊള്ളുന്ന ചങ്കോടെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്താൻ തയ്യാറാകുന്ന കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ ലഭിച്ച, കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ദമ്പതികൾ ഇതേ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകാറുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ മധ്യേ ദൈവത്തെ മറക്കുന്ന അനുഭവമാണ് ഉണ്ടാകാറുള്ളത്. സമൃദ്ധിയുടെ മധ്യേ ദൈവത്തെ മറക്കുകയല്ല, സമൃദ്ധി നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, സമൃദ്ധി നൽകുന്ന ദൈവത്തെ തിരിച്ചറിയാൻ അഥവാ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, അങ്ങനെ നന്ദിയുടെ ജീവിതം നയിക്കാൻ, തിരിച്ചറിവിൻ്റെ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ശിഷ്യർ കർത്താവിനെ പൂർണ്ണമായും തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആ അവബോധത്തിൻ്റെ ആഴങ്ങളിൽ എത്തുന്നത് അപ്പം മുറിക്കുന്ന സമയത്താണ്. അപ്പം മുറിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇതാ കടലിൽ നിന്ന് കരയ്ക്കെത്തി ഈശോ അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈശോ അവരോട് പിടിച്ചുകൊണ്ടുവന്ന് പുതിയതായി കൊണ്ടുവന്ന മത്സ്യം ആവശ്യപ്പെടുന്നു. പിന്നീട് അവരിതാ ഈശോ ഒരുക്കി വെച്ച ഭക്ഷണം കഴിക്കുന്നു. അവരിൽ ഒരാൾ പോലും ഈശോയോട് ചോദിക്കുന്നില്ല നീ ആരാണ് എന്ന്. കാരണം അവർക്ക് മനസ്സിലായി അത് കർത്താവാണ്. എല്ലാവർക്കും ചങ്കിൻ്റെ ആഴങ്ങളിൽ അത് ബോധ്യപ്പെട്ടു, അത് കർത്താവാണ്. അപ്പം മുറിക്കുമ്പോൾ യേശുവിനെ തിരിച്ചറിയുന്ന ശിഷ്യന്മാർ. ഇത് തന്നെയാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് സംഭവിച്ചത്. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു, ഈശോയെ തിരിച്ചറിഞ്ഞു, പൂർണ്ണമായ തിരിച്ചറിവിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പൂർണ്ണമായും തിരിച്ചറിയുന്ന അവബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുന്ന സമയമാണ്, നിമിഷമാണ്, അല്ലെങ്കിൽ ആകേണ്ട സമയമാണ് വിശുദ്ധ കുർബാന. ഓരോ കുർബാനയിലും എനിക്ക് വേണ്ടി മുറിയുന്ന കർത്താവിനെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം. ഓരോ വിശുദ്ധ ബലിയിലും ജീവിക്കുന്ന ദൈവം തിരുവോസ്തിയായി കടന്നു വരുന്നത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ, ചങ്കിൻ്റെ ആഴങ്ങളിൽ തിരിച്ചറിഞ്ഞ് അവബോധങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് പറ്റണം. ഈ തിരിച്ചറിവിൻ്റെ പൂർണ്ണത, ദൈവീക സാന്നിധ്യം തിരിച്ചറിവിൻ്റെ പൂർണ്ണത സംഭവിക്കുന്ന നിമിഷം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിലാണ് ഈ ജീവിക്കുന്ന ദൈവ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, അബ്രാഹാം ദൈവദൂതരെ തിരിച്ചറിഞ്ഞപ്പോൾ ആതിഥ്യമര്യാദയോടെ സ്വീകരിച്ചു. ലോത്ത് ദൈവദൂതരെ തിരിച്ചറിഞ്ഞപ്പോൾ ആതിഥ്യമര്യാദയോടെ സ്വീകരിച്ചു. ബാലാം ദൈവദൂതനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിതാ വലിയ വചന പ്രഘോഷകരായി രൂപാന്തരപ്പെട്ടു. പത്രോസ് ഈശോയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ നഗ്നനായതുകൊണ്ട് പുറങ്കുപ്പായം ധരിച്ച് കടലിലേക്ക് എടുത്തുചാടി ഈശോയിലേക്ക് വേഗത്തിൽ നീന്തി ചെല്ലുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവ് നമ്മിൽ വരുത്തേണ്ട മാറ്റവും ഇതൊക്കെ തന്നെയാണ്. കർത്താവെന്ന വസ്ത്രം ധരിച്ച്, കർത്താവെന്ന ഉടുപ്പ് ധരിച്ച് ഇതാ ലോകത്തിൻ്റെ വഞ്ചിയിൽ നിന്ന് കർത്താവിൻ്റെ കൃപയാകുന്ന സമുദ്രത്തിലേക്ക് എടുത്തുചാടി നീന്തി തമ്പുരാന്റെ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ തിരിച്ചറിവും നമ്മെ നയിക്കേണ്ടത് കഴിയുന്നിടത്തോളം യേശുവിൻ്റെ തൊട്ടരികിലേക്കാണ്. യേശു സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് യേശുവിൻ്റെ തൊട്ടരികിലേക്ക്, എന്ന് വെച്ചാൽ ജീവിതം മുഴുവനും മാറി മറയുന്ന, പരിവർത്തനം സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് നമ്മളെ രൂപാന്തരപ്പെടുത്തണം. ജീവിതം സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ടതായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ തിരിച്ചറിവ് അതിൻ്റെ പ്രായോഗികതയിലേക്ക് കടക്കുകയുള്ളൂ. പൂർണ്ണമായി തമ്പുരാൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കർത്താവ് തന്നെ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.